കേരളത്തിന്റെ കാലങ്ങളായുള്ള സ്വപ്നമാണ് ശബരി റെയിൽപാത. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം 75 ലക്ഷം തീർത്ഥാടകരാണ് വർഷം തോറും ശബരിമലയിലെത്തുന്നത്. ട്രെയിനിലാണ് തീർത്ഥാടകർ വരുന്നതെങ്കിൽ ചെങ്ങന്നൂരോ തിരുവല്ലയിലോ കോട്ടയത്തോ ഇറങ്ങണം. പിന്നീട് കിലോമീറ്ററുകൾ നീണ്ട യാത്ര. ഏതു ഭാഗത്ത് നിന്ന് നോക്കിയാലും ഏതാണ്ട് 80 കിലോമീറ്റർ വരുന്ന യാത്ര. 1997-98 വർഷത്തെ റെയിൽവേ ബഡ്ജറ്റിലാണ് അങ്കമാലി ശബരി റെയിൽപാത ആദ്യമായി നിർദ്ദേശിക്കപ്പെടുന്നത്. അങ്കമാലിയെയും ശബരിമല ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടമായ എരുവേലിയെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി. ഹൈറേഞ്ച് ജില്ലയായ ഇടുക്കിക്കും ഗുണകരമാണ് ഈ പാത. ഈ പാത കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ഈ പാതയ്ക്ക് വേണ്ടി എത്ര സ്ഥലം ഏറ്റെടുക്കണം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. എരുമേലി അങ്കമാലി പാത 1997 പ്രഖ്യാപിച്ചതാണ്. 27 വർഷം പഴക്കമുണ്ട് ഈ ശബരിപാത പ്രഖ്യാപനത്തിന്. അങ്കമാലി എരുമേലി പാത പ്രേക്ഷകർക്ക് കാണാം ഈ മാപ്പിൽ. അങ്കമാലി മുതൽ കാലടി, പെരുമ്പാവൂര്, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ വന്ന് നേരെ കാഞ്ഞിരപ്പള്ളി വഴി എരുമേലിയിലേക്ക് വന്നു കയറുന്ന റോഡാണ്. റെയിൽപാതയാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പാത. 1997-98 ബഡ്ജറ്റിലാണ് 116 കിലോമീറ്റർ ദൈർഘ്യമുള്ള ശബരിമല അങ്കമാലി എരുമേലി പാത നിർദ്ദേശിക്കപ്പെടുന്നത്. സ്റ്റേഷനുകൾ ഇവയായിരുന്നു: അങ്കമാലിയിൽ നിന്ന് കാലടി വിട്ടാൽ പെരുമ്പാവൂർ, അവിടെ നിന്ന് ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി റോഡ്, എരുമേലി വഴിയായിരുന്നു പാത. അതായത് ശബരിമലയിലേക്ക് പോകുന്നവർക്ക് എരുമേലി വരെയും തീവണ്ടിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇനി മൂന്നാർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് തൊടുപുഴ വരെയും സഞ്ചരിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ മലയോര പാതയോട് ചേർന്നുകൊണ്ടുള്ള ഒരു മലയോര പാതയോട് ചേർന്നുകൊണ്ടുള്ള ഒരു റെയിൽവേ പാതയാണ് വിഭാവനം ചെയ്തത്. 470 ഹെക്ടർ ഭൂമിയാണ് ഇതിന് മൊത്തം ആവശ്യമായി വന്നത്. ഏറ്റെടുത്ത ഭൂമി 66 ഹെക്ടർ മാത്രമാണ്. ഇനി ഏകദേശം 394 ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കാനുണ്ട്. ചെലവ് പ്രതീക്ഷിക്കുന്നത് 3801 കോടി രൂപയാണ്. ഇതാണ് പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ ഔട്ട്ലൈൻ. തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വാഹനങ്ങൾ വർദ്ധിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് കഴിഞ്ഞ തീർത്ഥാടന കാലങ്ങളിൽ കണ്ടതുമാണ്. ഒരുപാട് പ്രത്യേകിച്ച് ആദ്യത്തെ 5 ദിവസം, ഓരോ മാസത്തിലെയും 5 ദിവസം തീർത്ഥാടകരുടെ പ്രവാഹമാണ്. മണ്ഡലകാലത്ത് വലിയ തീർത്ഥാടകരുടെ പ്രവാഹമുണ്ട്. എരുമേലി വരെ ഈ തീവണ്ടി പാത എത്തിയാൽ വലിയ രീതിയിൽ ഈ തിരക്കൊഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രദേശങ്ങളുടെ വികസനവും അതുവഴി സാധ്യമാക്കാൻ സാധിക്കും. എന്നാൽ LDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിൻ്റെ സാധ്യതകൾ അതേസമയം മങ്ങുകയാണ് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി ശ്രീധരൻ മുന്നോട്ട് വെച്ച പുതിയ പദ്ധതി രേഖ റെയിൽവേ മന്ത്രാലയം പരിശോധിക്കും. ശ്രീധരൻ ദില്ലിയിലെത്തി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം സംസ്ഥാന സർക്കാരുമായി കേന്ദ്രം ഇതിൽ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം.